1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 3-ാം വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. വളരെ ചിന്തനീയമായ ഒരു വാക്യമാണ് ധന്യനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് ഉദ്ബോധിപ്പിക്കുന്ന ഇത്. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഇന്നധികം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ പ്രവചനത്തെക്കുറിച്ചും തദ്വാര പ്രവാചകന്മാരെ കുറിച്ചും. അതിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവചനവും പ്രവാചകന്മാരും. ഒരിക്കൽ കൂടെ കുറിവാക്യം വായിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചനം, വെളിപ്പാട്, അരുളപ്പാട് എല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്ന സന്ദേശങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇത് കാലം, സന്ദർഭം, വിഷയം ഇവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ പ്രവചനവും വെളിപ്പാടും അരുളപ്പാടും ദർശനവും സ്വപ്നവും ഒക്കെ നമുക്ക് അനിവാര്യമായ ഒരു വസ്തുത എന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. പ്രവചനം ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ചുള്ള പ്രവചനമുണ്ട്, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളവ, ജാതികളെ സംബന്ധിച്ചുള്ളവ, ആകാശം ഭൂമി ഉൾക്കൊള്ളുന്ന സർവ പ്രപഞ്ച സൃഷ്ടികളെയും സംബന്ധിച്ചുള്ളവ, വാഴ്ച തെറ്റിച്ച ദൂതന്മാരെ സംബന്ധിച്ചുള്ളവ, സാത്താനും അവൻ്റെ ആധിപത്യത്തെക്കുറിച്ചും, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകം വരെയുള്ള പ്രവചനങ്ങൾ, ഒടുവിലത്തെ പ്രവാചകനായ ക്രിസ്തു, കാന്തയാം സഭ, കൃപായുഗത്തിലെ ഏകവും ഏറ്റവും പ്രധാനമായ വിഷയം, അത് സംബന്ധിച്ച പ്രവചനം, അന്ത്യകാലങ്ങൾ അവസാനിക്കുന്നു, അത് സംബന്ധിച്ച പ്രവചനം വെളിപ്പാട് പുസ്തകത്തിൽ. ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രവചനത്തെക്കുറിച്ചും തദ്വാര അത് നേതൃത്വം കൊടുക്കുന്ന പ്രവാചകന്മാരെ കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവചനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, പ്രവാചകന്മാരെ കർത്താവ് നിയമിച്ചു തന്നിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:10. 9 വരങ്ങളിൽ 1 പ്രവചനമാണ്. വരങ്ങൾ സഭയ്ക്ക് നൽകപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ മാത്രം തന്റെ ഹിതപ്രകാരം അത് കൈകാര്യം ചെയ്യുന്നു. സഭയ്ക്ക് നൽകിയിരിക്കുന്ന വരങ്ങളൊന്നും സഭയുടെ പൂർത്തീകരണവും ഉൽപ്രാവണവും വരെ നിന്നു പോകുകയുമില്ല. 1 കൊരിന്ത്യർ 14:1. വിശേഷാൽ പ്രവചനവരം 9 വരങ്ങളിൽ ഒന്നിന് മാത്രമേ അതിൻ്റെ അമിത പ്രാധാന്യം കുറിക്കുവാൻ വിശേഷാൽ എന്ന കൂട്ട് ചേർത്തിട്ടുള്ളത് എന്നത് ശ്രദ്ധിക്കണം. എന്താണ് ഇതിൻ്റെ രഹസ്യം? 1. പ്രവചനം എന്നത് വെളിപ്പെട്ട് കിട്ടേണ്ട വെളിപ്പാടാണ്. ഇത് ദൈവ മനസ്സിൽ നിന്ന് മനുഷ്യ മനസ്സിലേക്ക് കൈമാറി കിട്ടണം. 2. അതുകൊണ്ട് നാം കർത്താവിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്ന് തെളിവായി 1 കൊരിന്ത്യർ 2:16 പറഞ്ഞിരിക്കുന്നു. 3. ആർക്കാണ് ഈ കർത്താവിൻ്റെ മനസ്സുള്ളത്? വാക്യം 15 നോക്കുക. ആരാലും വിവേചിക്കപ്പെടാത്തവനും സകലത്തെയും വിവേചിക്കുന്നവനുമായ ഒരു ആത്മീകനെ ഇവിടെ കാണാം. ഇതാണ് പുതിയ നിയമത്തിൽ പറയുന്നത് സഭയ്ക്ക് കർത്താവ് നിയമിച്ചിരിക്കുന്ന പ്രവാചകൻ. ദൈവ മനസ്സിലെ സംഗതികൾ മനുഷ്യ മനസ്സിലേക്ക് പകരപ്പെടണമെങ്കിൽ ആത്മീകൻ എന്ന് സ്വർഗം. വചനം അംഗീകരിക്കുന്നവൻ വ്യവസ്ഥ പ്രകാരം ദൈവസന്നിധിയിൽ നിൽക്കണം. അപ്പോൾ ദൈവം തന്റെ ഹൃദയം തുറക്കും. ആമോസ് 3:7. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഉൽപ്പത്തി പുസ്തകം 18:17. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലോ ആകട്ടെ, പ്രവാചകൻ വ്യവസ്ഥ പ്രകാരം നിന്നാൽ വെളിപ്പാടുകൾ ലഭിക്കും. ഇല്ലെങ്കിൽ ഒരു വെള്ളി പോലും ലഭിക്കുകയില്ല. എസെക്കിയേൽ 14:2
നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുമോ? യെശയ്യാപ്രവചനം 59:2 നിങ്ങളും ദൈവവും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു. പ്രവചനം എന്ന വരം എന്നാൽ എന്ത്? ഇത് സഭയുടെ വിശേഷപ്പെട്ട ഒരു വരം തന്നെ. ഈ വരം പ്രകാരമുള്ള വെളിപ്പാടില്ലാതെ പോയാൽ സഭ പാപ്പരത്വത്തിലേക്ക് വീഴും. 1 കൊരിന്ത്യർ 14:3 ഈ വരത്തിന്റെ 3 മുഖങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഒന്ന്, ആത്മീയ വർധന. ഇത് വിശ്വാസിയുടെ ആത്മീക വർധനയാണ്. ഒന്നാമത്തേത്. അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയുമാകുന്നു എന്ന് എഫേസ്യലേഖനം 4:13 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് തികച്ചും വചനം കൊണ്ട് സാധിക്കേണ്ട സംഗതിയാണ്. വചനം ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും അതിൻ്റെ പൊരുളുകൾ, മർമ്മങ്ങൾ, ഉപദേശങ്ങൾ ഇവയൊക്കെയും വെളിപ്പെടുത്തുന്നു. ഇവിടെ പ്രവചനവരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ദൈവത്തിന്റെ മനുഷ്യൻ, ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ സകലത്തിനും വക പ്രാപിച്ച് തികഞ്ഞവനായിരിക്കണം. 2 തിമോഥെയോസ് 3:16 വചനത്തിന്റെ യഥാർത്ഥ ഉള്ളടക്കങ്ങൾ വെളിപ്പെടുത്തുവാൻ പ്രവാചകന് കഴിയുന്നില്ല എങ്കിൽ പ്രവാചകൻ വചനം കൈകാര്യം ചെയ്യുന്നതിൽ വെറും ശബ്ദ കോലാഹലമായി മാറും. ദീർഘകാലം ഒരു സഭയിൽ ശുശ്രൂഷിച്ചാലും ആ സഭയിലെ വിശ്വാസികൾക്ക് ഒരു പരിജ്ഞാനവും കിട്ടുന്നില്ല. കേവലം ഉപരിവിപ്ലവമായി ശബ്ദവും ബഹളവുമായി കഴിച്ചുകൂട്ടുന്നു. ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരിൽ ആത്മാവ് നൽകുന്ന ദൂതുകൾ വെളിപ്പെടുകയുമില്ല. പരിശുദ്ധാത്മാവിനാൽ അത് അവർ പ്രാപിക്കുന്നില്ല എന്നതാണ് പരിതാപകരം. ഫലമോ ജനം വചനത്തിൽ നിന്നും വെളിപ്പാടുകൾ ലഭിക്കാത്തവരായി മാറുന്നു. ആകയാൽ ആത്മീക വർധന, വചനമെന്ന സ്വർഗീയ മന്ന ലഭിക്കേണ്ട പോഷണം അവർക്ക് ലഭിക്കാതെ പോകുന്നു. 2, പ്രബോധനം. എബ്രായലേഖനം 3:13 ഇത് നാൾതോറും ചെയ്യേണ്ട സംഗതിയാണ്. വിശ്വാസി പാപത്തിന്റെ ചതിയിൽ പെടാതിരിക്കാൻ ദൂത് കൊടുക്കണം. 2, പാപത്തിന്റെ ചതിയിൽപ്പെട്ട ഹൃദയം കഠിനപ്പെടാതിരിക്കുവാൻ, അതായത് പാപത്തിന്റെ മേൽ പാപം ചെയ്യുന്ന അവസ്ഥ, സ്വമേധയായി പാപം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും. ഈ ആപത്ത് തടയുവാനോ അഥവാ അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനോ വചനമെന്ന ആത്മാവിന്റെ വാളല്ലാതെ മറ്റൊരു ഉപകരണവും ഇല്ല എന്നത് വസ്തുതയാണ്. റോമാലേഖനം 10:19-25 വരെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സഭായോഗത്തിന്, ആരാധനയ്ക്ക് അടുത്തു വരുന്ന വിശ്വാസി എങ്ങനെ ആയിരിക്കണമെന്നും 5 സംഗതികൾ കൊണ്ട് പ്രബോധിപ്പിക്കുന്നു. തുടർന്ന് സഭായോഗങ്ങളെ ഉപേക്ഷയായി കരുതുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ പ്രബോധനം വിശ്വാസികളിൽ സ്നേഹവും സൽപ്രവർത്തികളും വർദ്ധിപ്പിക്കുന്നതിന് ആയിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഇത് നാൾ ചെല്ലുന്തോറും അധികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് വചനമെന്ന ഏക ഉപകരണത്താൽ സാധിക്കേണ്ട കാര്യവുമാണ്. 3, ആശ്വാസനായി എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമ പ്രവാചകൻ പറയുന്ന പ്രവചനങ്ങൾ കേൾക്കുന്നവർക്ക് ആശ്വാസവും വിടുതലും ലഭിക്കുന്നവയായിരിക്കണം. ചില ദൃഷ്ടാന്തങ്ങൾ നമുക്കൊന്ന് നോക്കാം. 3, പ്രവചനം ആശ്വാസത്തിനായി. എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? പുതിയ നിയമ പ്രവാചകൻ പറയുന്ന വചനങ്ങൾ കേൾക്കുന്നവർക്ക് ആശ്വാസവും വിടുതലും ലഭിക്കുന്നവരായിരിക്കണം. ചില ദൃഷ്ടാന്തങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനങ്ങൾ 34:18 മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇവ വളരെ പറയുവാനുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് ചെല്ലുന്ന രംഗം ഒന്ന് ചിന്തിക്കാം. ഒരാശ്വാസത്തിന് ഒരു വഴിയുമില്ലാതെ ഒരു വിധവ തൻ്റെ ഏക സന്താനത്തിന്റെ മൃതശരീരം അടക്കുവാനായി കൊണ്ടുപോവുകയാണ്. കണ്ണുനീരിൽ കുതിർന്ന മനസ്സും തകർന്ന ഹൃദയവുമാണ് അവൾക്ക് അപ്പോൾ കൈമുതൽ എന്ന് ഓർക്കുക. ബഹുശതം ആളുകളെയും ശവസംസ്കാരത്തിനായി കൂടെ ഉണ്ട് എന്ന് അവളുടെ മുറിവ് കെട്ടുവാനോ കണ്ണുനീർ ഒപ്പുവാനോ ആർക്കും കഴിയുകയില്ല. അല്പസമയത്തിനുള്ളിൽ ആ മഞ്ചത്തിൽ നിന്ന് തൻ്റെ അരുമ ആയിരുന്ന സന്താനത്തിന്റെ മൃതശരീരം താഴെ ഇറക്കപ്പെടും, മണ്ണിൽ സംസ്കരിക്കപ്പെടും. തൻ്റെ മകൻ കേവലം ഒരു ഓർമ്മയായി മാറും. തോരാത്ത അവളുടെ കണ്ണിലെ ഈറൻ എന്നാളും അവളിൽ അവശേഷിക്കും. ഇതാണല്ലോ അവളുടെ അവസ്ഥ. എന്നാൽ ഇതാ എതിർദിശയിൽ നിന്ന് ഒരുവൻ അവളുടെ
മകന്റെ മൃതശരീരം വഹിക്കുന്ന മഞ്ചത്തോട് അടുക്കുന്നു. അത് ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ തന്നെ. യേശു അവളോട് കരയേണ്ട എന്നരുളി മഞ്ചം തൊട്ടു ബാല്യക്കാരായി എഴുന്നേൽക്കുക എന്ന് പറയുന്നു. മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിക്കുവാൻ തുടങ്ങി. നാടെങ്ങും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ സംഭവം ആധാരമാക്കി പുതിയ നിയമ പ്രവാചകൻ ഹൃദയസ്പർശിയായ ദൂത് പറഞ്ഞാൽ ഏതൊക്കെ തകർന്നിരിക്കുന്ന, കണ്ണുനീരിൽ നനഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളിലെ മുറിവുകൾ കെട്ടപ്പെടും. ആശ്വാസത്തിന്റെ വചനങ്ങൾ ജീവനും ചൈതന്യമുള്ളവയായി പലരുടെയും ജീവിതത്തെ സ്വാന്തനപ്പെടുത്തും. കേൾവിക്കാരിൽ ആശ്വാസത്തിന്റെ അലയടികൾ ഉയരും. വിശ്വസിക്കുന്നവർ പലരും ആശ്വാസം പല നിലകളിലും പ്രാപിക്കും. ഇതല്ലേ ആത്മപ്രചോദിതമായ പ്രവചന ശുശ്രൂഷ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ ഷണ്ണൻ എന്ന ഒരാത്മാവിനെ തേടി ഫിലിപ്പോസിനെ ശമരിയുടെ മുഖത്ത് ശക്തമായി കർത്തസാക്ഷിയായി നിന്ന സമയം മാറ്റി ഗാസയുടെ ഉഷരപ്രദേശത്തെ പെരുവഴിയിൽ പോയി നിൽക്കുവാൻ കൽപ്പിച്ചതാണല്ലോ അവിടുത്തെ രംഗം. ഷണ്ണൻ വിദ്യാഭ്യാസമുള്ളവൻ, രാജ്ഞിയുടെ മന്ത്രി. യെരുശലേമിൽ പൗലൂസിനോട് കൂടെ പോയി നമസ്കാരവും കഴിഞ്ഞ് തൻ്റെ തേരിൽ മടക്കയാത്ര. പരിജ്ഞാനിയായ മനുഷ്യൻ. യെശയ്യാ പ്രവചന 53-ാം അധ്യായമാണ് വായിക്കുന്നത്. പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യന് തൻ്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയി. നമ്മുടെ യേശു തമ്പുരാനെ കുറിച്ചുള്ള പ്രവചനം ഈ സമയം ആ പ്രവചനം നിവൃത്തിയായി കഴിഞ്ഞിരുന്നുവല്ലോ. ഫിലിപ്പോസ് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനായിരുന്നു. ഫിലിപ്പോസ് പ്രവചനത്തിന്റെ പൊരുൾ തിരിച്ച് ഷണ്ണനോട് സുവിശേഷം അറിയിക്കുന്നു. ഷണ്ണൻ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് സ്നാനം സ്വീകരിച്ച് എത്യോപ്യൻ മന്ത്രി സന്തോഷത്തോട് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോകുന്നു. നോക്കണം, ഷണ്ണൻ വിദ്യാഭ്യാസമുള്ളവൻ, പരിജ്ഞാനമുള്ളവൻ, രാജ്ഞിയുടെ സകല ഭണ്ഡാരത്തിന്റെയും അധികാരി. യെരുശലേമിൽ പോയി നമസ്കരിച്ചു മടങ്ങുന്നു. പ്രൗഢിയായി തേരിൽ യാത്ര. യെശയ്യാ പ്രവചനം കയ്യിലുണ്ട്, വായിക്കുന്നതോ 53-ാം അധ്യായം തന്നെ. എന്നാൽ അവന്റെയും സമാധാനത്തിനായുള്ള ശിക്ഷ ആരുടെ മേൽ വീണു എന്ന് അവൻ അറിയുന്നില്ല. ശാശ്വത സമാധാനവും സന്തോഷവും എന്നത് അവൻ കണ്ടിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രവാചകൻ ഫിലിപ്പോസ് ശുശ്രൂഷയിൽ അവനിൽ സമാധാനത്തിന്റെ പ്രഭുവായ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നു. പോയതുപോലെയല്ല, ഇപ്പോൾ അവന് സന്തോഷമുണ്ട്. മന്ത്രിയുടെ നാവിന്മേൽ പാട്ടുണ്ട്. പുതിയ നിയമ പ്രവാചകന്റെ ശുശ്രൂഷ അവൻ ആശ്വാസം നൽകി കൊടുത്തു. ഇതാണ് വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പീൻ എന്ന് പറയുന്നത്. പുതിയ നിയമ പ്രവചനത്തിന്റെ 3-ാമത്തെ മുഖമാണിത്.